എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നെല്ലിക്ക വെച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ വേനൽക്കാലത്ത് ശരീരത്തെ തണുപ്പിക്കാൻ ഇതുപോലെ ഒരു ഡ്രിങ്ക് നമുക്ക് കിട്ടാൻ ഞാൻ സോൾട്ട് ചേർത്തിട്ടും അതുപോലെ തന്നെ ഹണി ചേർത്തിട്ടും രണ്ട് രീതിയിലും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഹണി ചേർത്തിട്ട് തയ്യാറാക്കിയതാണെങ്കിൽ കുറച്ചും കൂടി കുടിക്കാൻ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ സോൾട്ട് ചേർത്തത് കഴിക്കുകയാണെങ്കിൽ പ്രായമായവർക്കും അതുപോലെ തന്നെ ഡയബറ്റിക്കാർക്കും എല്ലാം ഇഷ്ടപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഈ ഡ്രിങ്ക് എല്ലാവരും തയ്യാറാക്കിയ ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു. ഇന്ന് നമുക്ക് നെല്ലിക്ക വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക ജ്യൂസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നെല്ലിക്കയിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്കും അതുപോലെ തന്നെ സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണ് ഈ നെല്ലിക്ക കഴിക്കുന്നത്. സാധാരണ നമ്മൾ ഈ നെല്ലിക്ക ജ്യൂസ് രാവിലെ കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഈ നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 5 നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കതൊന്ന് നന്നായി കഴുകിയെടുക്കാം. അതിനുശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനകത്ത് നെല്ലിക്ക കഴുകിയെടുക്കാൻ വേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് വെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ സീഡൊന്ന് റിമൂവ് ചെയ്യാം. അങ്ങനെ എല്ലാ നെല്ലിക്കയും കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഇതിലത്തെ കുരുവെല്ലാം റിമൂവ് ചെയ്യാം. അങ്ങനെ എല്ലാ നെല്ലിക്കയും ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അങ്ങനെ 5 നെല്ലിക്ക ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സീഡെല്ലാം റിമൂവ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടാണ് ആദ്യം ഇതൊന്ന് അടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കുന്നതാണ് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി. അധികം വലിപ്പം വേണ്ട, വളരെ ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി നമുക്ക് ചേർത്തിട്ടാണ് ഈ നെല്ലിക്ക ജ്യൂസ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. അങ്ങനെ മിക്സിയുടെ ഞാൻ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെല്ലിക്ക പീസ് എല്ലാം ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും കൂടി ചേർക്കാം. ആദ്യം നമുക്ക് ഈ നെല്ലിക്ക ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് വെള്ളം ചേർത്തൊന്ന് അരച്ചെടുക്കേണ്ടത്. അങ്ങനെ ഇത് നെല്ലിക്കയെല്ലാം നന്നായൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അതുപോലെ ഇതിൻ്റെ അടപ്പിൽ വന്നിട്ടുള്ള നെല്ലിക്കയും കൂടി ചേർത്തിട്ട് വേണം ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാൻ. അങ്ങനെ ഇത് നെല്ലിക്കയെല്ലാം വെള്ളം ചേർത്ത് നന്നായൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നെല്ലിക്ക ജ്യൂസിന് നല്ലൊരു കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പൊമഗ്രാനറ്റും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതും കൂടി ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനത്തെ നെല്ലിക്ക അരച്ചതിലേക്ക് ഞാൻ പൊമഗ്രാനറ്റും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. അങ്ങനത്തെ പൊമഗ്രാനറ്റും ചേർത്ത് അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു പിങ്കിഷ് കളറായിട്ടുള്ള ഒരു ഡ്രിങ്കായിട്ട് നമുക്ക് മാറുന്നുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. അങ്ങനത്തെ ജ്യൂസ് അരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അരിപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള നെല്ലിക്കയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതിൽ തന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്നും കൂടി ഇതിലേക്ക് ഒഴിക്കാം. അങ്ങനത്തെ മിക്സി കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ടൊരു സ്പൂൺ വെച്ച് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. പൊമഗ്രാനറ്റ് കൊണ്ട് ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു കളറാണ് ഈ ജ്യൂസിന് കിട്ടുന്നത്. അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ് പൊമഗ്രാനറ്റ്. ഞാനിതിലേക്ക് അല്പം കൂടി വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് നെല്ലിക്കയുടെ ജ്യൂസ് നമ്മളിതിലേക്ക് എടുക്കുന്നുണ്ട്. അങ്ങനത്തെ ജ്യൂസെല്ലാം നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു പിങ്കിഷ് കളറോട് കൂടിയിട്ടുള്ള ഒരു ജ്യൂസാണിത്. പിന്നെ വേണ്ടത് അരമുറി ചെറുനാരങ്ങ നീരാണ്. ഇത് ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ആ നെല്ലിക്കയുടെ ചവർപ്പ് ഒന്ന് കുറഞ്ഞു കിട്ടും. ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടി കിട്ടുന്നതാണ്. അപ്പോൾ കൂടുതലൊന്നും ചേർക്കേണ്ടതില്ല. പകുതി നാരങ്ങയുടെ നീരും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ നെല്ലിക്കയുടെ ചവർപ്പും അതുപോലെ തന്നെ നാരങ്ങയുടെ പുളിയും തേനിൻ്റെ മധുരവും ഒക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു ജ്യൂസാണ് ഈ നെല്ലിക്ക ജ്യൂസ്. ഇനി നമുക്ക് നെല്ലിക്ക ജ്യൂസിലേക്ക് ചേർക്കേണ്ടത് അരമുറി ചെറുനാരങ്ങ നീരാണ്. ഇനി
നമുക്കിതിലേക്ക് മധുരം വേണമെങ്കിൽ തേൻ ചേർക്കാം, അതുപോലെ തന്നെ സോൾട്ട് വേണമെങ്കിൽ സോൾട്ടും ചേർക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ നെല്ലിക്ക ജ്യൂസ് തയ്യാറാക്കാം. ഞാനിവിടെ മധുരത്തിന് വേണ്ടിയിട്ട് അല്പം തേനാണ് ചേർക്കുന്നത്. ഞാനിവിടെ പകുതി നെല്ലിക്ക ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഹണിയാണ് ചേർക്കുന്നത്. 1-2 ടേബിൾ സ്പൂൺ ഹണി ചേർക്കാം. ഓരോരുത്തരും അവരവരുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള ഹണിയാണ് ചേർക്കേണ്ടത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് മധുരം കുറവുണ്ട്, അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ഹണിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇങ്ങനെ ഹണിയൊക്കെ ചേർത്ത് കഴിക്കുന്നതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കും എല്ലാം കൊടുക്കാൻ നല്ലതാണ്. ഇത് സ്കിന്നിനൊന്ന് ഗ്ലോ കിട്ടുന്നതിനും പ്രായം കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂട്ടുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്കാണ്. കൂടാതെ നമുക്ക് ഈ വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തെ ഒന്ന് തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടിയാണിത്. എന്താ ഞാനൊരു സെർവിങ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം ചേർക്കുന്നത് ഐസ് ക്യൂബ്സ് ആണ്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള നെല്ലിക്ക ജ്യൂസ് ചേർക്കാം. അങ്ങനത്തെ ഹണിയൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഈ നെല്ലിക്ക ജ്യൂസ്. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ജ്യൂസും കൂടിയാണ്. പ്രത്യേകിച്ച് ഇത് രാവിലെ കഴിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഹണിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന നല്ലൊരു ജ്യൂസാണിത്. ഇനി ബാലൻസ് ജ്യൂസിനകത്ത് അല്പം സോൾട്ടും കൂടി ചേർക്കാം. ഇനി നമുക്ക് ബാലൻസ് നെല്ലിക്ക ജ്യൂസിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. കാരണം ആ നാരങ്ങയുടെ പുളിയൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ ജ്യൂസും തയ്യാറായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ വളരെ നല്ലൊരു ജ്യൂസാണ് നെല്ലിക്ക ജ്യൂസ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഇതിലിപ്പോൾ ഇതിന് പൊമഗ്രാനൈറ്റ് ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്കതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ചേർക്കാം. അങ്ങനെ ഞാനൊരു സെർവിങ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെല്ലിക്ക ജ്യൂസ് ചേർക്കാം. ഞാനിത് 2 ഗ്ലാസ് നെല്ലിക്ക ജ്യൂസാണ് തയ്യാറാക്കിയിരിക്കുന്നത്. സാധാരണ നമ്മൾ നെല്ലിക്ക വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാറുണ്ട്, അതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്. പക്ഷെ വളരെ വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു ജ്യൂസാണ് നെല്ലിക്ക ജ്യൂസ്. അപ്പോൾ ഈ വേനൽക്കാലത്ത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ജ്യൂസ് എല്ലാവരും ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. പ്രത്യേകിച്ചും ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കെല്ലാം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ജ്യൂസാണ് ഈ നെല്ലിക്ക ജ്യൂസ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയ ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.